പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ത്യൻ പിക്കാസോ എന്നാണ് എം.എഫ്. ഹുസൈൻ എന്ന ചിത്രകാരനെ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ആ എം.എഫ്. ഹുസൈൻ്റെ ഡൽഹിയിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടെന്ന് കേൾക്കുന്നു. അത് ഹുസൈൻ എക്കാലത്തും വിവാദ നായകനായിരുന്നു. ഹുസൈൻ്റെ പല ചിത്രങ്ങൾ, ജീവിതം, അദ്ദേഹത്തിന് ചില നമ്മുടെ ഇന്ത്യയിലെ സിനിമാ നടിമാരുമായിട്ടുണ്ടായിരുന്ന ബന്ധം, ഇതൊക്കെ കാലത്തും ചർച്ചയായിരുന്നു. ഹുസൈൻ്റെ മുഴുവൻ പേര് മക്ബൂൽ ഫിദ ഹുസൈൻ എന്നാൽ. മഹാരാഷ്ട്രയിലെ പന്തിപ്പൂരിൽ ജനിച്ചു. 1915 ജനിച്ചത്, സെപ്റ്റംബർ 17. ഹുസൈൻ ചിത്രകാരനായിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയിട്ടുള്ള ക്രീറ്റ്സ് ലേലത്തിൽ $20 ലക്ഷം വരെ ഹുസൈൻ്റെ ചിത്രങ്ങൾക്ക് പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹുസൈൻ കൊണ്ടാടപ്പെട്ടു. 2 കാരണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രകലയെക്കുറിച്ച് നമുക്ക് ഈ ഭയങ്കര മോഡേൺ ചിത്രകലയൊന്നും ആസ്വദിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ലാത്ത സാധുക്കളാണ് നമ്മൾ. അപ്പോൾ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഏതോ പ്രശസ്തനായ ചിത്രകാരൻ്റെ മേശപ്പുറത്തെ മഷി മറിഞ്ഞുപോയി. മഷി മറിഞ്ഞു വീണ് അദ്ദേഹത്തിൻ്റെ ക്യാൻവാസിൽ വീണു. അദ്ദേഹത്തിൻ്റെ ഗ്യാലറിയിൽ ചിത്രങ്ങളെല്ലാം കാണാൻ വന്ന ആളുകൾ ഈ ക്യാൻവാസിൽ മഷി വീണത് പുള്ളി അത് ഉണക്കാനായിട്ട് വെച്ചിരുന്നു. എല്ലാവരും വന്ന് ആ മഷി വീണ ക്യാൻവാസിന് മുന്നിൽ അത്ഭുതം കൂടി, ഓ എത്ര മനോഹരമായ ചിത്രം, ഇത് ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് പ്രകടിപ്പിക്കുന്ന ചിത്രമാണ്, ഇത് മനുഷ്യൻ എത്ര ചെറുതാണ് പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള വ്യാഖ്യാനമൊക്കെ നടത്തിയിട്ട് ചിത്രകാരനോട് ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്, അങ്ങ് ഇങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. പുള്ളി പറഞ്ഞു, പോടാ പോയി, എൻ്റെ മഷിക്കുപ്പി മറിഞ്ഞു പോയതാണ്. അപ്പോൾ ആ പുള്ളി കഷ്ടപ്പെട്ട് ചെയ്തതിനൊന്നും ഒരു വിലയില്ല. ഇത് ഈ ആധുനിക ചിത്രകല എന്ന് പറഞ്ഞ് വരച്ചു വെക്കുന്ന ചില സാധനങ്ങളൊക്കെ എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാം. അതെ, ഇത് ചിത്രകാരന്മാരെ അപമാനിക്കാനല്ല, എനിക്ക് ആസ്വദിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. നമ്മുടെ സാധാരണക്കാരെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത, നമുക്ക് രാജാ രവിവർമ്മയുടെ ചിത്രം കണ്ടാൽ ഇഷ്ടപ്പെടും, അങ്ങനെ ഒരുപാട് പേരുടെ നമ്പൂതിരിയുടെ ചിത്രങ്ങൾ കണ്ടാൽ ഇഷ്ടപ്പെടും. അല്ലാതെ ചുമ്മാ കുത്തിവരെയൊക്കെ വരച്ചിട്ട് ഇത് പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തെ ദുഃഖമാണെന്നൊക്കെ പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവപ്പോ കാരമുള്ളിൻ്റെ കൂർപ്പോ ഏതാണ് കൂടുതൽ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ പൊന്നു ചങ്ങാതി നമ്മളിതില്ല. അപ്പോൾ അതുകൊണ്ട് അത് വിട്. ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ എം.എഫ്. ഹുസൈൻ എന്ന് പറഞ്ഞ ഈ താടിക്കാരൻ, അദ്ദേഹം, ഞാൻ പറഞ്ഞു വന്ന് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കുള്ള കാരണങ്ങൾ, ഇങ്ങനെ ആർക്കും മനസ്സിലാവാത്ത തരത്തിലുള്ള ആധുനിക ചിത്രങ്ങൾ അദ്ദേഹം വരച്ചു. മനസ്സിലാവുന്നവരുണ്ട്, ആർക്കും അല്ല, കുറേ പേർക്ക് ഒരുപാട് ബുദ്ധിയുള്ള മഹാന്മാരായ ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന ചിത്രങ്ങൾ വരച്ചു. 2, അദ്ദേഹം വരച്ചത് കൂടുതലും ഇന്ത്യൻ സംസ്കാരത്തിനു വിരുദ്ധമായി ഭാരത് ജനിച്ച നാട്ടിനെ അപകീർത്തിപ്പെടുന്ന, അവമതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വരച്ച് എന്നുകൂടെ പറയണം. അദ്ദേഹം ഭാരത് മാതാ കി ജയ്, അല്ലേ, ഇന്ത്യയിൽ ഭാരതം എൻ്റെ അമ്മയാണ്, ഈ അമ്മയുടെ വിജയത്തിന് വേണ്ടി ആത്മാഹൂതി ചെയ്യാൻ വേണ്ടിയും നമ്മൾ തയ്യാറാണെന്ന് പറയുന്നത്. വാജ്പേയിയുടെ കവിതയുടെ ഒരു വരിയുണ്ട്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഓരോ അസ്ഥിയിലും നമ്മൾ കാതോർത്താൽ ഓരോ അസ്ഥിയും പറയും ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന മനോഹരമായ ഒരു കവിത വാജ്പേയി എഴുതിയിട്ടുണ്ട്. അത് ദേശാഭിമാനികൾക്ക്, രാജ്യസ്നേഹികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ ഭാരത് മാതാവിനെ വികലമായി ചിത്രീകരിക്കുന്ന ഒരു ചിത്രം വരച്ചിട്ടുണ്ട് എം.എഫ്. ഹുസൈൻ എന്ന് പറഞ്ഞ ഈ വിശ്വോത്തര ചിത്രകാരൻ. മാത്രമല്ല ഇന്ത്യയിലെ സഹസ്ര കോടി ജനങ്ങൾ ആരാധിക്കുന്ന, സഹസ്ര കോടി എന്നുള്ള തെറ്റാണ് കേട്ടോ, ഇന്ത്യയിലെ കോടിക്കണക്കിന്, സഹസ്രം 1000 ആണല്ലോ, പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ആ കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന, ശതകോടികൾ, കറക്റ്റാണല്ലോ, ശതകോടികൾ ആരാധിക്കുന്ന, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളിലും ഹിന്ദു ദേവതകളെ ബഹുമാനിക്കുന്നത്. ഇന്തോനേഷ്യ അല്ലേ, ഇസ്ലാമിക രാജ്യമാണ്, അവിടെ പോലും ഇന്ത്യൻ ദേവതകൾക്ക് വലിയ ആദരവ് കിട്ടുന്നുണ്ട്. സിംഗപ്പൂരിൽ അല്ലേ, മലേഷ്യയിൽ മുരുകൻ്റെയൊക്കെ വലിയ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ലോകത്തെ പല രാജ്യങ്ങളും, അബുദാബി ഒരു ഹിന്ദു ക്ഷേത്രം തുറക്കാൻ സംബന്ധിച്ച് തുറന്നു, അല്ലേ, നരേന്ദ്രമോദി പോയി. അപ്പോൾ ലോകത്തെമ്പാടും ഇന്ത്യൻ കൾച്ചറിനെയും ഇന്ത്യൻ ദൈവസങ്കല്പങ്ങളെയും ആരാധിക്കുന്ന ഒരവസ്ഥ ഉള്ളപ്പോഴാണ് ഈ എം.എഫ്. ഹുസൈൻ എന്ത് ചെയ്തത്, ഭാരതാംബയെ വികൃതമാക്കി അശ്ലീലമായി വരച്ചു. സരസ്വതി ദേവിയുടെയും ദുർഗയുടെയൊക്കെ നഗ്ന ചിത്രങ്ങൾ അശ്ലീല ധ്വനിയോടെ വരച്ചു ചേർത്തു. ഇത് അദ്ദേഹം 1969 വരച്ചതാണെന്ന് പറയുന്നു. പക്ഷേ 96 ഇത് ചില മാസികകൾ അച്ചടിച്ചു വന്നു. അതോടുകൂടി വലിയ പ്രതിഷേധമുണ്ടായി. നമ്മളിപ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണെന്ന് കരുതുന്നവർക്ക് ഭാരതാംബയെ നഗ്നയായി അശ്ലീല രൂപത്തിൽ വരച്ചാൽ, കാളീദേവിയെ വരച്ചാൽ, സരസ്വതി വിദ്യാദേവതയാണല്ലേ, അപ്പോൾ നമ്മൾ മൂകാംബികയെ പോകും. മൂകാംബികയിൽ എനിക്കറിയാം അഹിന്ദുക്കളായിട്ടുള്ള ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും മൂകാംബികയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് വിദ്യയുടെ, സരസ്വതിയുടെ, അക്ഷരത്തിൻ്റെ ദേവത എന്ന അർത്ഥത്തിലാണത്. അങ്ങനെയുള്ള നമ്മുടെ ദൈവിക സങ്കല്പങ്ങൾ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ്. അവരെയൊക്കെ വികൃതമായി വരയ്ക്കുന്ന ചിത്രങ്ങൾ വരച്ചു. അങ്ങനെയാണ്
ഹുസൈൻ ലോകപ്രസിദ്ധനായി. അപ്പോൾ ഹിന്ദുക്കളെ ആക്ഷേപിച്ച് ഹിന്ദു ദേവതമാരെയും ഭാരതത്തെയും അപകീർത്തിപ്പെടുന്ന ചിത്രങ്ങളുടെ കൂടി രചിച്ചതോടുകൂടി ഇസ്ലാമിസ്റ്റുകൾക്കും ഇന്ത്യൻ സംസ്കാരം നശിക്കണം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കും വലിയ ഇഷ്ടമായി ആരെ? എം.എഫ്. ഹുസൈനെ. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരിന് പെരുത്ത് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തു, പത്മഭൂഷൺ കൊടുത്തു, പത്മവിഭൂഷൺ കൊടുത്തു. ഇത് മൂന്നും കൊടുത്തു. നമ്മുടെ രാജാരവിമാർക്ക് എന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും മഹത്തായ ചിത്രകാരൻ എന്ന നിലയിൽ കൊണ്ടാടപ്പെട്ടു ഹുസൈൻ. എന്നിട്ട് ഹുസൈനെ 2006 ഈ ഹിന്ദു ദേവതമാരെയും ഭാരതാംബയെയും അപകീർത്തിപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടു 2006. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ലണ്ടനിലേക്ക് പോയി, അവിടെ നിന്ന് ഖത്തറിൽ പോയി. 2010 ഖത്തർ പൗരനായി. ഖത്തർ പൗരനായിട്ട് അവിടെ ജീവിക്കുകയാണ്. ഇപ്പോൾ മാത്രമല്ല, അദ്ദേഹം മരിച്ചു പോയല്ലോ. 2011 മരിച്ചു. ഒരു വർഷം കഴിഞ്ഞ് മരിച്ചു. അവിടെയാണ് അടക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ, ഹുസൈൻ പിന്നെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല, ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോയതാണ്. ഓടിപ്പോയപ്പോഴത്തേക്ക് ഖത്തർ ഇത്തരം കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. ഹമാസ് പോലും അഭയം കൊടുക്കുന്ന രാജ്യമാണ് ഖത്തർ. അപ്പോൾ അവിടെ സ്വാഭാവികമായും ഹുസൈൻ അഭയം കിട്ടി. പക്ഷേ ഹുസൈൻ മരിച്ചതിന് ശേഷം കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ ഒരു സൂക്കേട്, ഹുസൈൻ്റെ ചിത്രങ്ങൾ ഇന്ത്യയെ കൊണ്ട് പ്രദർശിപ്പിക്കണം. ഇന്ത്യയിൽ ദില്ലിയിലെ ആർട്ട് ഗാലറിയിൽ ഹുസൈൻ്റെ ഹിന്ദു ദേവതമാരെയും ഭാരതാംബയെയും അപകീർത്തിപ്പെടുന്ന ചിത്രങ്ങളുടെ പ്രദർശനം ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ഈ ചിത്രങ്ങളുടെ പ്രദർശനം അവിടെ വന്നപ്പോൾ പട്യാല ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. ദില്ലി ഹൈക്കോടതി പട്യാല ഹൈക്കോടതി എന്നറിയപ്പെടുന്നത്. പട്യാല ഹൈക്കോടതി പറഞ്ഞു ഈ ചിത്രങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ പറഞ്ഞു. പിടിച്ചെടുത്ത് 22-ന് മുമ്പ്, അപ്പോൾ ഒരു പ്രൈവറ്റ് ചടങ്ങിലാണ്, സ്വകാര്യ ചടങ്ങിൽ ഹിന്ദു ദേവതമാരെ ആക്ഷേപിക്കാമോ? എടാ, സ്വകാര്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വകാര്യ ചടങ്ങിലാണെന്നും പറഞ്ഞ് ഒരാളുടെ തന്തയ്ക്ക് വിളിക്കാമോ? പറ്റില്ലല്ലോ. അതെന്ന് പറയുന്ന പോലെ സ്വകാര്യ ചടങ്ങിൽ സ്വകാര്യ എക്സിബിഷനാണ്. അതുകൊണ്ട് ഭാരതാംബയെയും സരസ്വതിയെയും ദുർഗയുമൊക്കെ വികലമായി ലൈംഗിക ചുവയോടെ ചിത്രീകരിക്കുന്ന ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിക്കാം എന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. സർക്കാരും അതിനെ ഈ ചിത്ര പ്രദർശനം നിരോധിക്കണമെന്നാണ് സർക്കാരും ആവശ്യപ്പെട്ടത്. അതേ തുടർന്ന് കോടതി ഉത്തരവിട്ടു. 22-ാം തീയതിക്കകം ചിത്രങ്ങൾ നാളെ പിടിച്ചെടുത്ത് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ ഹുസൈനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഹുസൈൻ ഇന്ത്യയിലെ ഒരു വലിയ ബോളിവുഡ് നടിയോട് കടുത്ത ആരാധനയോ എന്ത് വേണമെങ്കിലും പറയാം. മാധുരി ദീക്ഷിത്തിൻ്റെ ഉണ്ടായിരുന്നു. എന്നിട്ട് മാധുരി ദീക്ഷിത്തിനെ വെച്ചിട്ടൊരു സിനിമ നിർമ്മിച്ചു, ഗജഗാമിനി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കി. അതും പോരാതെ ഫിത എന്ന പേരിൽ അദ്ദേഹം ഒരു ചിത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാക്കി മാധുരി ദീക്ഷിത്തിനോട്. അവർ തമ്മിൽ എന്തായിരുന്നു ബന്ധമെന്ന് എനിക്കറിയില്ല. പിന്നെ അതുകൂടാതെ പിന്നീട് വേറെയും സിനിമകൾ നിർമ്മിച്ചു, 2 സിനിമകൾ നിർമ്മിച്ചു. ഒന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ ഒരു സിനിമ, പിന്നെയുള്ളത് മീനാക്ഷി ടെയിൽ ഓഫ് 3 സിറ്റീസ്, 3 നഗരങ്ങളുടെ കഥ, മീനാക്ഷി എന്ന പേരിൽ തബൂന നായികയായിട്ടൊരു സിനിമ ചെയ്തു. പിന്നെ സ്വന്തം ഒരു സിനിമ ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഹോളിവുഡ് നായികയല്ല, ആരെ ആഗ്രഹിച്ചാലും അദ്ദേഹത്തിന് കിട്ടും, അഭിനയിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതൊക്കെ ചെയ്തു. പക്ഷേ അടിസ്ഥാനപരമായി ഒരു ഹിന്ദു വിരോധിയായിരുന്നു, ഇന്ത്യൻ സംസ്കാരത്തിനെതിരായിരുന്നു, ഒക്കെയായിരുന്നു. അപ്പോൾ കോൺഗ്രസ് സർക്കാർ വീണ്ടും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു ഭാരതരത്നം കൊടുത്തിരുന്നു, ഉറപ്പായിട്ടും അല്ലേ. അദ്ദേഹം മരിച്ചതിന് ശേഷം 2011 മരിച്ചല്ലോ. ഉടനെ ഇവിടുത്തെ UPA സർക്കാർ ഉടനെ അദ്ദേഹത്തിൻ്റെ മക്കളെ വിളിച്ചു, ഒരു കാര്യം ചെയ്യൂ, അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ദേഹം ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഇന്ത്യയിൽ ഖബറടക്കാം എന്ന് പറഞ്ഞു. പക്ഷേ മക്കൾ പറഞ്ഞു, അത് ഇന്ത്യയിൽ കേസൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ സംരക്ഷിച്ചൊന്നുമില്ലല്ലോ. സംരക്ഷിച്ചു. അതുകൊണ്ടാണ് ഈ കേസിൽ പ്രതിയായിരിക്കുന്ന ആൾക്ക് നമ്മുടെ എയർപോർട്ട് വഴി ഖത്തറിലേക്ക് പോകാൻ പറ്റിയത്. അല്ലെങ്കിൽ എങ്ങനെ പറന്നു പോകാൻ പറ്റും? ഇന്ത്യയിലൊരു ക്രിമിനൽ കേസിലെ പ്രതിയായ M.F. ഹുസൈൻ എങ്ങനെയാണ് ഖത്തറിലേക്ക് പോയത്? എയർപോർട്ട് വഴി എങ്ങനെ പോയി? നടന്ന് നീന്തിയൊന്നും അല്ലല്ലോ പോയത്, കടലിൽ നീന്തിയൊന്നും അല്ലല്ലോ പോയത്. അപ്പോൾ സഹായിച്ചിട്ടുണ്ട്. ഏതായാലും എൻ്റെ പിതാവിനെ അപമാനിച്ച ഭൂമിയിൽ പിതാവിൻ്റെ പുണ്യശരീരം അടക്കം ചെയ്യണ്ട എന്ന് മക്കൾ പറഞ്ഞിട്ട് അവിടെ ബ്രൂക്ക്വുഡിലാണ് അടക്കിയിരിക്കുന്നത്. ഏതായാലും ഹുസൈൻ മരിച്ചതിന് ശേഷവും ഹുസൈൻ്റെ ആളുകൾ ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യയിലെ ദേവീദേവന്മാരെയും അപകീർത്തിപ്പെടുത്തുന്ന അപമാനിക്കുന്ന ചിത്രങ്ങളുമായി ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തിയതാണ് ഇപ്പോൾ ദില്ലിയിൽ പൊളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കാനായിട്ട് കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളൊക്കെ പല ശ്രമങ്ങൾ നടത്തുന്നു. ഒന്നിനായിട്ട് പരാജയപ്പെടുകയാണ്. സോറോസിൻ്റെ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. രാഹുൽ ഗാന്ധി രാജ്യത്തെ കുറ്റപ്പെടുന്നു, അത് പരാജയപ്പെടുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു നാരേറ്റീവ് ഉണ്ടാക്കണോ? ഇത്തരത്തിലുള്ള M.F. ഹുസൈൻ്റെ പഴയ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇനി അതൊരു വിവാദമാക്കി പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങനെ ആയിരിക്കാം. ഓരോരോ ഇഷ്യൂസ് നിരന്തരം
പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അജണ്ടകളുണ്ട്. ഏതായാലും ഈ ഹുസൈൻ്റെ ഈ ചിത്ര പ്രദർശനം നടക്കുന്നത് വലിയ വാർത്തയായില്ല. എന്തുകൊണ്ടോ കേരളത്തിൽ വാർത്തയായില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞു കാണത്തില്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ടെങ്കിലും അവർ ഹുസൈൻ്റെ ചിത്രങ്ങളോടും മരണത്തിന് ശേഷവും അപമാനിച്ചു, ഹിന്ദുത്വ ഭീകരത എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. മറ്റേ ചർച്ചയുണ്ടല്ലോ, മറ്റേ അവർക്കാണെങ്കിലും ചെയ്യാം. ഹുസൈനോട് ആദരവ്, അനാദരവ്, സംഘികൾ കേസ് കൊടുത്തു, കോടതി തീവ്ര ഹിന്ദുത്വത്തേക്ക് വഴങ്ങുന്നു, പട്യാല കോടതിയുടെ ഹിന്ദു മുഖം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യാം. ഏതായാലും ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട്. ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ ആളുകളെ തുണിയഴിച്ച് കാണിക്കുന്നതല്ല. ഇവരാവട്ടെ ഇവരുടെ പെണ്ണുങ്ങളെ ചാക്കി കയറ്റി നടക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ സ്ത്രീകളെ, ഇന്ത്യയിലെ ദേവതമാരെ തുണിയില്ലാതെ വരയ്ക്കുക എന്ന് പറയുന്നത് മൗലിക സ്വാതന്ത്ര്യമാണ്, മൗലിക അവകാശമാണെന്ന് പറയുന്നവനൊക്കെ ചാട്ടവാറിനടിക്കണം. ആദ്യം അവരുടെ ദൈവത്തെ എങ്ങനെ ചെയ്യും? അല്ല, അവരുടെ ദൈവത്തെ വരച്ചാൽ തല വിട്ടും. ചാർലി അബ്ദോ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് ദിനപത്രത്തിൽ സംഭവിച്ചറിയില്ല, അതിനകത്ത് കയറി കൂട്ടക്കൊല നടത്തി. അല്ല, ഇവരാദ്യം ചെയ്യേണ്ടത് ഹിന്ദു ദേവതമാരുടെ നഗ്നചിത്രം വരയ്ക്കാൻ നടക്കുന്ന ഇക്കൂട്ടർ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ പെണ്ണുങ്ങളുടെ മുഖമെങ്കിലും മൂടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.